ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ വ്ളോഗ്. ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗിൽ നിന്ന് ഒരു ഇൻട്രോ ഞാൻ എടുക്കുന്നത്, ഞാനെന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചധികം പ്രത്യേകതകളുള്ള ഒരു വ്ളോഗാണ്. ഒന്നാമത്തെ പ്രത്യേകതയാണ് ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു വ്ളോഗിൽ നിന്ന് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു ഇൻട്രോ എടുക്കുന്നത്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി ഒരു ഇൻട്രോ എടുക്കുന്നു, പിന്നെ ആ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ പറയുന്നു, പിന്നെ സ്ഥലങ്ങൾ കാണിക്കുന്നു. അതാണ് നമ്മുടെ വീഡിയോ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന പോക്കിൽ തന്നെ ഇൻട്രോ കൊടുക്കുന്നു, പോയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനി അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാനായിട്ട് ഡിസൈഡ് ചെയ്ത് പോകുന്നൊരു സ്ഥലമല്ല. ഇത് സജസ്റ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് കാണാൻ പോകുന്നൊരു സ്ഥലമാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് രാവിലെ വന്നു, അത് കഴിഞ്ഞ് നേരത്തെ ഇറങ്ങിയപ്പോൾ ടൈമുണ്ട്. അങ്ങനെ ആണ് ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. ഇനി ഞാൻ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി തരാം. അപ്പം ഞാൻ ഇന്ന് രാവിലെ, അതായത് ഞായറാഴ്ച രാവിലെ ആറ്റിങ്ങൽ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വന്നത്, അതായത് ഫാമിലി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടി വന്ന ഒരു ഫാമിലി മാറ്ററിന് വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയായപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ടൈമുണ്ട്, 2 മണിയായിട്ടുള്ളൂ. ഞാൻ നേരത്തെ റൂമിൽ പോയി കഴിഞ്ഞാൽ കിടന്നുറങ്ങത്തേ ഉള്ളൂ. അതായത് തിരുവല്ലയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 2 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 4 മണിക്കുള്ളിൽ ഞാൻ തിരുവല്ല എത്തും. പിന്നെ അവിടെ വന്ന് കിടന്നുറങ്ങുക, അതൊക്കെ പരിപാടിയുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ചെന്നാൽ ഇവിടുന്ന് അടുത്ത ഏതെങ്കിലും ഒരു സ്ഥലം കാണാനുണ്ടെങ്കിൽ കാണാമല്ലോ. ഞാനൊരു ട്രാവൽ ബ്ലോഗർ ഉണർന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ച കാര്യം. എന്നിലെ ട്രാവൽ ബ്ലോഗർ ഉണർന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അന്ന് അടുത്ത് കാണാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് നോക്കി. ഞാൻ എൻ്റെ ലിസ്റ്റിലെ കുറച്ച് സ്ഥലങ്ങൾ ഇങ്ങനെ പിറകിയിട്ട് നോക്കി. അതെല്ലാം ഈ ആറ്റിങ്ങൽ, അതായത് ഞാൻ വന്നത് ആറ്റിങ്ങലാണ്. അപ്പോൾ ആറ്റിങ്ങൽ നിന്ന് നല്ല ദൂരത്താണ്, ഏകദേശം ഒരു 40, 50, 60 ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം അവിടെ പോയിട്ട് എനിക്ക് തിരുവല്ലയ്ക്ക് വരാൻ പറ്റില്ല. സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. അപ്പം ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. സോ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തു തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ വ്ളോഗ്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എങ്ങോട്ടാണ് പോകുന്നതൊക്കെ ഉള്ളത് നമുക്കിനി പോകുന്ന വഴിക്ക് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ വ്ളോഗ്. ഇനി അപ്പോൾ ബാക്കി കഥ പറച്ചിലേക്ക് കിടക്കാം. നമ്മളപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തൊരു സ്ഥലമാണ്. കാര്യം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള കുറച്ച് സ്ഥലങ്ങൾ, പൊന്മുടി, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഏകദേശം ആറ്റിങ്ങൽ 60 കിലോമീറ്റർ ആ റേഞ്ചിലുണ്ട്. പിന്നെ വേറെ സ്ഥലം നോക്കി, അതും ഏകദേശം ഒരു 50-40 കിലോമീറ്റർ പറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കി, അത് ഒരു 40 ആ റേഞ്ച് പറ്റിയുണ്ട്. കാര്യം അമ്പൂരി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതും 40 കിലോമീറ്റർ ഉണ്ട്. പിന്നെ വേറൊരു സ്ഥലം നോക്കി, അവൻ വേറൊരു സ്ഥലം കൂടെ പറഞ്ഞു, ഈ ഒരു സ്ഥലം അത്യാവശ്യം നല്ലൊരു പ്ലേസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് അറിയില്ല, നിങ്ങളൊന്ന് പോയി നോക്കെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം എന്നാൽ പോയി നോക്കാം. കാര്യം എനിക്കിതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ അവൻ പറഞ്ഞിങ്ങനെ ജസ്റ്റ് ഇൻസ്റ്റയിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ ബ്രോ ഒന്ന് പോയി നോക്കെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ നോക്കാം. കിലോമീറ്റർ നോക്കിയപ്പോൾ ഏകദേശം അവിടെ നിന്ന് ആറ്റിങ്ങിൽ നിന്ന് 19 കിലോമീറ്റർ ഉണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാര്യം എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. അതായത് ഞാൻ ചെയ്യുന്ന വ്ളോഗിൽ ഫസ്റ്റ് ടൈം വേറാണ് വേറൊരാളുടെ സജഷനിൽ നിന്ന് ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, കടലുകാണിപ്പാറ എന്നാണ് പറയുന്നത്. കടലുകാണിപ്പാറ എന്ന് അറിയപ്പെടും. ആറ്റിങ്ങൽ നിന്ന് എനിക്ക് ഏകദേശം 19 കിലോമീറ്റർ പറ്റുന്നുണ്ട്. പിന്നെ ഈ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പാലോട് കല്ലറയൊക്കെ പോകുന്ന റൂട്ട്. അതായത് കല്ലറ ടൗൺ എത്തുന്നതിന് മുമ്പ് ഒരു ലെഫ്റ്റിലേക്ക് ഒരു റോഡ് മേപ്പോട്ട് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. നിങ്ങൾ കടലുകാണിപ്പാറ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെ ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നത് വലിയ ലെങ്ത്തും കാണുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടെ. കണ്ടോ, ഇവിടെയാണ് കടലുകാണിപ്പാറ, ഇതാണ് സ്ഥലം. കാര്യം ഞാൻ വന്ന വഴിക്ക് കുറച്ച് ഷൂട്ട് ചെയ്തോളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീഡിയോ എടുക്കണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇടുന്നത്. കാര്യം സ്ഥലം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് കാരണമാണ് ഞാൻ അധികം ഷൂട്ട് ചെയ്യാത്തത്. പിന്നെ എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഏകദേശം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഏതാണ്ടൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് ബാക്കി നോക്കാം. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് മേപ്പോട്ട് കയറി പോകുന്നതാണ് ഒറിജിനൽ സ്ഥലം എന്നാണ് അവിടെ നിന്നൊരു ചേട്ടൻ പറഞ്ഞത്. നല്ലൊരു ഓഫ് റോഡൊക്കെ ആയിട്ടുള്ള കിഴല് റൂട്ടാട്ടോ, നല്ല രസമുണ്ട്. ഇവിടേക്ക് ഒരു ആംബിയൻസ് കാണാൻ നല്ല രസമുണ്ട്. അവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
നമുക്കെന്തായാലും മേളിലോട്ട് കയറി പോകണമെന്നാണ് പറഞ്ഞത്. ഇവിടെയും റോഡില്ലേ, അവിടെയൊക്കെ എന്തൊക്കെയോ വെട്ടം വിളിച്ചും കാറൊക്കെ കാണുന്നുണ്ട്. അപ്പം നല്ല സ്ഥലമാണെന്നാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. അവിടെയൊക്കെ പയ്യന്മാരൊക്കെ നിൽപ്പുണ്ട്. ഇതാണോ വ്യൂ പോയിന്റ് ഗൈസ്? ആ കാണാൻ തോന്നുന്നു വ്യൂ പോയിന്റ് ഗൈസ്. അപ്പം കടൽ കാണിപ്പാറ നേരത്തെ കണ്ടതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ പടി കയറി വേറെ കണ്ടിട്ട് പോകുന്നുണ്ട്. എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല കിടിലൻ സ്പോട്ട് എങ്ങനെയാണ് പറയാം. നല്ല രസമുണ്ട് കേട്ടോ മോനെ. ഒരു കാട് സംഭവമൊക്കെ സെറ്റപ്പ്. ഇങ്ങോട്ടൊക്കെ വരാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വഴി കാണുന്നുണ്ട്. എങ്ങോട്ട് പോകണം എന്തോ. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. കൊള്ളാം. ഈ ഒരു ലൊക്കേഷൻ കൊള്ളാം. താപ്പോട്ട് എന്തോ ഉണ്ട്. അമ്പലമാണോ വീടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. അവിടെ കൊച്ചിൻ പോകണമെന്നുണ്ട്. ഉണ്ടോ മൊത്തം പാറ. അവിടെയും വ്യൂ. ഈ വന്ന വഴി കൊള്ളാം. ഇതും കൊള്ളാം. ഞാൻ എന്തായാലും മേപ്പോട്ട് കയറി നോക്കട്ടെ. എന്താണെന്നറിയാൻ മേലെ കയറി നോക്കാം. ഹേയ്സ്, ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പാറകൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വ്യൂ അവിടെയാണ്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ ഉണ്ടോ. എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ അവിടെ ചുമ്മാ വന്നിരിക്കാൻ പറ്റിയ സ്ഥലത്ത് ഉണ്ടോ. ഈ ഒരു ആംബിയൻസാണ് സെറ്റ്. മൊത്തം പാറയാണ്. ഇതുപോലെ പാറ. അങ്ങോട്ട് പോയി നോക്കാം. നേരത്തെ കണ്ട വ്യൂ നമുക്ക് കാണാം. ഐ തിങ്ക് ഈ ഒരു വ്യൂ കാണാം. താഴെ റോഡ്. അവിടെ ഇവിടെ ഒരു അമ്പലമുണ്ട്. നാടുകാണി ദേവീക്ഷേത്രമോ എന്തോ ഉണ്ട്. ഇതൊരു വ്യൂ. പിന്നെ അപ്പുറത്തൊരു വ്യൂ. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെ. ഇത് ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല. ജസ്റ്റ് വന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതേ ഉള്ളൂ. ഈ ഒരു വ്യൂ കൊള്ളാം. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വ്യൂ. അത്രേ ഉള്ളൂ. ഞാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ എവിടെ പോകാൻ ഞാൻ ഉദ്ദേശിക്കട്ടെ ഇരുന്ന് കാണാം. അതായത് പൊന്മുടിയോ അങ്ങനെ എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിക്കും. പൊന്മുടി അല്ലെങ്കിൽ വന്ന വഴിക്ക് അമ്പനാട് ഹിൽസും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. അത് അങ്ങനത്തെ റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. റോസ്മല, അമ്പനാട് ആ റൂട്ടൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഇവിടുന്ന് തന്നെ ഒരു 80 കിലോമീറ്റർ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന, അതായത് വന്ന് ആറ്റിങ്ങാന്നാണല്ലോ. അപ്പോൾ അവിടുന്ന് 80 കിലോമീറ്റർ പറ്റിയുണ്ട്. അത് കാരണം അത് ക്യാൻസൽ ചെയ്ത് വെള്ളാടി സ്പോട്ടാണ്. ജസ്റ്റ് പാറ. ഇതുപോലെ കുറേ കാട് ആരോ വരുന്നുണ്ട്. ഇവിടെ മൊത്തം പാറ. അതേ പിന്നെ അവിടെ എന്തോ ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു അപ്പുറത്തെന്തോ അമ്പലമാണ്. അങ്ങോട്ടും പോകാൻ തോന്നുന്നു. ആ ഒരു ഏരിയ ഐ തിങ്ക്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് വന്ന് പിടിക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളവർക്ക് അടുത്തുള്ളവർക്ക് ജസ്റ്റ് ഒരു വൈകിട്ടോ അല്ല രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 4:42, അതായത് 5 മണിയാകാൻ പോകുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. അവിടെ എന്തോ കോളാമ്പിയൊക്കെ ഇരിപ്പുണ്ട്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല. എവിടെയായിരുന്നു ഇവിടെ കോളാമ്പി ഇരിക്കുന്നുണ്ടല്ലോ. അവിടെ എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ആയിരിക്കും അമ്പലം. ഐ തിങ്ക് സോ. ഞാൻ ബാക്ക് ക്യാമറ മാറ്റി തരാം. പിന്നെ ഈ പതിനൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ആരൊരു പുള്ളിക്കാരൻ ഇപ്പോൾ കയറി വന്നിട്ട് പോയി. കണ്ടിട്ടൊരു പോലീസിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ വർത്തമാനം പറയാത്തത്. എനിക്ക് ഒന്നാമത്തെ ചമ്മലുള്ള കാര്യവും. ഞാൻ നമുക്ക് ബാക്ക് ക്യാമറ പറയാം. ഒരു കോളാമ്പി ഇരിക്കുന്നത് ഇവിടെ പഠിക്കട്ടെ. പക്ഷേ ക്യാമറ കൂടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു മീൻസ് അന്തരീക്ഷം കൊള്ളാം. പക്ഷേ വേറൊന്നുമില്ല. നിൽക്കുവാണെങ്കിൽ ജസ്റ്റ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് പോവുക. അതായത് ഇത് മാത്രമായിട്ടൊന്നും പിടിക്കണമെന്നല്ല ഞാൻ പറയണം. വേറെ റൂട്ട് പിടിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ കണ്ടിട്ട് പോകും. അപ്പോൾ അടുത്ത് വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളുണ്ടാവും. കാര്യം വിതുര പാലോടൊക്കെ ഈ റൂട്ടാണ്. വേണേ മറ്റേ ബ്രൈമൂറോ അതുപോലെ ഓണക്കാടൊക്കെ പിടിക്കുന്ന വഴിക്ക് ഇവിടെ പിടിക്കണ്ട. ഇവിടെ പഠിക്കിട്ട് മേപ്പോട്ട് പോകുന്നുണ്ട്. ഇവിടെ എന്തൊരു വിഗ്രഹമൊക്കെ ഇരിപ്പുണ്ട്. നമ്മളെന്തായാലും നൈസായിട്ട് ഇറങ്ങട്ടെ. എനിക്കെന്തായാലും തിരുവല്ലയ്ക്ക് പോകണം. അപ്പം തന്നെ 5 മണിയായി. അപ്പോൾ സമയമില്ല. സോ ഇങ്ങനൊരു വ്യൂ. ഇവിടെ കുറേ പാറ, അവിടെയും കുറേ പാറ, നിറയെ പാറ, പാറയോട് പാറ, കുറേ പാറ ഞാൻ കൂടിക്കിടക്കുന്നത്. അതാണ് സെറ്റപ്പ്. ഞാൻ അപ്പുറത്തെ വ്യൂ കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് നൈസായിട്ട് പിരിയും.
മിക്കവാറും ഞാൻ ബ്ലോഗ് ഇടുന്നത് പോലും എനിക്കറിയില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു അമ്പലമുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ കണ്ടൊരു വ്യൂ പോയിന്റ് ഇതാണ്. കണ്ട ഇവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്, പിന്നെ മഴക്കാറുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പം നൈസായിട്ട് ഇറങ്ങിയാലൊന്നും ആലോചിക്കും. ഗൈസ് അവിടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴക്കാർ മാത്രമല്ല മഴയും കൂടെ പെയ്തതേ. നല്ല രീതിയിൽ മഴയൊക്കെ പെയ്ത് ഫോണിനകത്ത് മൊത്തം വെള്ളം കയറി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഫോണിനകത്ത് വെള്ളം കയറി. ക്യാമറ കണ്ടോ മൂടിയിരിക്കുക. പിന്നെ അതിനിടയ്ക്ക് കോട പോലെ കണ്ടോ, കോട ഇറങ്ങി നൈസ് ഒരു വ്യൂവും കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വൈകിട്ടൊക്കെ വന്നിരിക്കാൻ അല്ലെങ്കിൽ രാവിലെയൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അല്ലാണ്ട് ഊറ വലുതായിട്ട് വെടിയും പുകയൊന്നും ഇല്ല എന്നേ ഉള്ളു. കണ്ട എന്റെ വണ്ടി അവിടെ ഇരുന്ന് നനയുന്നുണ്ട്. ഞാനിവിടെ കോട്ടൊക്കെ ഇട്ട് ഇവിടെ ഒരു ഷെഡിൽ കയറി നിൽക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജസ്റ്റ് വ്യൂ കൂടെ കാണിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങിയാലോന്ന് ആലോചിക്കുക. ഇനി എനിക്ക് സമയമില്ല, കാര്യം 5 മണിയായി. ഇനി തിരുവല്ല തിരിച്ചെത്തണം. ഞാൻ ഇനി എത്തുമ്പോൾ എന്തായാലും 7 മണി 8 മണിയാവും. സോ അത് കാരണം ഞാൻ ഇനി മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താമസിക്കും. അപ്പൊ നൈസായിട്ട് ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. പിന്നെ അന്നേരം നിങ്ങളെ പോകുന്ന പോക്കിന് ഈ വ്യൂ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. നല്ല രസമില്ലേ ഈ വ്യൂ കാണാനായിട്ട്. കോടയൊക്കെ ഇറങ്ങി നല്ല കിടിലൻ ഒരു ലുക്കായി. കണ്ടോ മഴയും കൂടെ പെയ്തപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്തിനകത്ത് മാത്രമായിട്ട് വരരുത്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് വൈകിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ രാവിലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ വരാം. അങ്ങനെയൊക്കെ വേണമെങ്കിൽ വന്നിരിക്കാം. അതല്ലാണ്ട് എനിക്ക് തോന്നണില്ല ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടി മാത്രമായിട്ട് വരണമെന്ന് ഞാൻ ആർക്കും റെക്കമെൻഡും ചെയ്യുന്നില്ല. കാര്യം അതുപോലെ വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു മലാക്കുന്ന് അതുപോലെയുള്ളു. പിന്നെ ഇവിടെ മേൽക്കൂര ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നേരം ഇവിടെ ഒന്ന് ചലച്ചോണ്ടിരിക്കുക, മേൽക്കൂര പോലും ഇല്ല. ആ മഴ നനഞ്ഞോണ്ടിരിക്കുക. ഞാൻ അത് ആലോചിച്ച് ക്യാമറ വെള്ളം വീഴുന്നു. ഗൈസ് കണ്ടോ, ഞാൻ കോട്ടൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുവാന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മേൽക്കൂര ഇല്ലാത്ത അവിടെ നിന്നാണ് ഇത്ര നേരം വാർത്താളം അടിച്ചോണ്ടിരുന്നത്. കണ്ടോ മേൽ കൂടെ വെള്ളവും വീഴുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് ഇനി നനയാൻ നോക്കുന്നില്ല. ഞാൻ എന്തായാലും പതുക്കെ തെറിക്കാൻ പോവാണ്. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ഗൈസ്.